പ്രിയമിത്രങ്ങളെ, ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. നഹാസ്. അവൻ ബിടെക്കിന് പഠിക്കുന്നു. കോളേജിലെ അവന്റെ ഉറ്റ സഹപാഠിയാണ് ജമാൽ. ജമാലിന്റെ ബാപ്പ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചതാണ്. 3-4 വർഷത്തിന് മുമ്പ് അവന്റെ ഉമ്മായും അവനെ വിട്ടുപിരിഞ്ഞു. അതിനുശേഷം ജമാൽ മാമിയുടെ വീട്ടിലായിരുന്നു താമസം. ഉമ്മായുടെ ഇളയ ആങ്ങള സിദ്ദിഖ് മാമയുടെ വീട്ടിൽ. മാമ ഗൾഫിലായിരുന്നു. ഗൾഫുകാരിയായ മാമിക്ക് മാമ അറിയാതെ ചില വരുത്തുപോക്കൊക്കെ ഉണ്ടായിരുന്നു. ജമാലിനെ വീട്ടിൽ കൊണ്ടു നിർത്തിയതോടെ മാമിക്ക് അതിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അങ്ങനെ ജമാൽ അവർക്കൊരു അധികപ്പറ്റായി. അവരുടെ പെരുമാറ്റത്തിൽ ജമാലിനും അത് മനസ്സിലായി. ജമാൽ തന്റെ ഉറ്റ സുഹൃത്തായ നഹാസിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കോളേജിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ നഹാസ് ജമാലിനെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ജമാൽ ഇടയ്ക്കൊക്കെ നഹാസിന്റെ വീട്ടിൽ വരാറുള്ളതാണ്. അതുകൊണ്ട് നഹാസിന്റെ ഉമ്മ ഐഷത്തിന് ജമാലിന് വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജമാൽ നഹാസിന്റെ വീട്ടിലാണ് താമസം. അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അരങ്ങേറിയത്. ഒരു ദിവസം ജമാലും നഹാസും കൂടി വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ വെളിയിലൊക്കെ ഒന്ന് ചുറ്റിയടിക്കാൻ പോയി. പോയിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഐഷത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആഹാ, രണ്ടുപേരും കറക്കമെല്ലാം കഴിഞ്ഞു വന്നോ? ജമാൽ ഐഷത്തിനെ ഒന്ന് നോക്കി. ഒരു കോട്ടൺ നൈറ്റിയാണ് ഐഷത്തിന്റെ വേഷം. അടുക്കളപ്പണിയിൽ ഏർപ്പെട്ടത് കൊണ്ടാകാം ഐഷത്ത് ആകെ വിയർത്തിരുന്നു. മാത്രമല്ല ചൂട് കാരണം അകത്തൊന്നും ഇല്ലെന്നും അവന് മനസ്സിലായി. അവളുടെ ആ മുന്നഴക് അവന് വ്യക്തമായി കാണാം. ജമാൽ പെട്ടെന്ന് തന്നെ നോട്ടം അവിടെ നിന്നും പിൻവലിച്ചു. അവൻ ആകെ വല്ലാതെയായി. എന്താ ഇത്ത ആകെ വിയർത്തിരിക്കുന്നല്ലോ, അടുക്കളയിൽ പിടിപ്പത് പണിയായിരുന്നോ? ഇത്തായ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? ജമാൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ വേണ്ടാടാ മോനെ, കുറച്ചു പണിയും കൂടി അടുക്കളയിൽ ബാക്കി കിടപ്പുണ്ട്, അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാം. ഇത് കണ്ടുകൊണ്ട് നിന്ന നഹാസ് പറഞ്ഞു, അല്ലെങ്കിലും ഉമ്മിച്ച അങ്ങനെടാ, ഉമ്മിച്ചായ്ക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണോ? അങ്ങനെ നമ്മളൊന്ന് കയറി സഹായിക്കാമെന്ന് വിചാരിച്ച ഉമ്മിച്ചായ്ക്ക് അത് തൃപ്തികരമല്ല. പിന്നെന്തോ ചെയ്യാനാ? നീ പോടാ അവിടുന്ന്, ഇവിടെ എനിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ, ഐഷത്ത് മകനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും ജമാലിന്റെ കണ്ണുകൾ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ഐഷത്തിന്റെ അങ്കലാവണ്യത്തിലായിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നഹാസും ജമാലും കൂടി അവരുടെ മുറിയിലേക്ക് പോയി. മുറിയിൽ കയറിയിരുന്ന് രണ്ടുപേരും മൊബൈൽ കാണുവാൻ ആരംഭിച്ചു. മൊബൈൽ സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജമാലിന്റെ മനസ്സിലേക്ക് ഐഷത്ത് കടന്നു വന്നത്. വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ആ രൂപത്തെ മനസ്സിലിട്ട് താലോലിച്ച് അങ്ങനെ കുറെ സമയം കടന്നുപോയി. പെട്ടെന്നാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ഐഷത്ത് കയ്യിൽ ഒരു പ്ലേറ്റുമായി അകത്തേക്ക് കടന്നു വന്നു. പ്ലേറ്റിൽ കുറച്ച് ചിപ്സും കട്ടൻ കാപ്പിയും. സമയം ഒരുപാടായി, രണ്ടുപേരും കൂടിയിരുന്ന് കഥകടച്ച് എന്തോ ചെയ്യുവാടാ? ഐഷത്ത് ചോദിച്ചു. പ്രതീക്ഷിക്കാതെയുള്ള ഐഷത്തിന്റെ വരവ് കണ്ട് അവരൊന്ന് ഞെട്ടി. ഓ, ഞങ്ങൾ ഇങ്ങനെ ചുമ്മാതിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നേത്, നഹാസാണത് പറഞ്ഞത്. ജമാൽ പെട്ടെന്ന് ഫോൺ മറച്ചു പിടിച്ചിരുന്നു. എങ്കിലും സ്ക്രീനിൽ തെളിഞ്ഞു നിന്ന അർദ്ധനഗ്നയായ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഐഷത്ത് കണ്ടു കഴിഞ്ഞു. ഐഷത്ത് ജമാലിനെ നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവന്മാർ രണ്ടുപേരും ആകെ ചമ്മി. ജമാലിന് മനസ്സിലായി ഇത്താ കണ്ടുവെന്ന്. ഐഷത്ത് ഒന്നും അറിയാത്ത ഭാവത്തിൽ കട്ടിലിനരികിൽ വന്ന് പ്ലേറ്റും കട്ടൻ കാപ്പിയും വെക്കാൻ കുനിഞ്ഞു. അപ്പോൾ ജമാലിന്റെ നോട്ടം വേണ്ടാത്തടത്തേക്കായിരുന്നു. അവനത് കണ്ടപ്പോൾ രക്തം തിളച്ചു കയറി. പിന്നെ ഓർത്തു, കൂട്ടുകാരന്റെ ഉമ്മയാണ്, അങ്ങനൊക്കെ ചിന്തിക്കാനേ പാടില്ല. അവൻ ആ നോട്ടം പിൻവലിച്ചു. ഐഷത്ത് പ്ലേറ്റ് വെച്ചതിന് ശേഷം നിവർന്നു നിന്ന് ചോദിച്ചു, എന്താ രണ്ടുപേർക്കും ഒരു കള്ളലക്ഷണം? എന്തോ ഉടായ്പാണല്ലോ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് ജമാൽ പറഞ്ഞു, ഏയ് ഒന്നുമില്ലത്താ, ഞങ്ങൾ ഇങ്ങനെ വെറുതെ മൊബൈൽ നോക്കിയിരുന്നേത്. അവന്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ഐഷത്തിന് കാര്യം മനസ്സിലായി. അവന്മാരുടെ പ്രായം ഇതല്ലയോ? ഐഷത്ത് മനസ്സിലോർത്തു. ഐഷത്തൊന്ന് മൂളിയിട്ട് പറഞ്ഞു, കട്ടൻ തണുത്തു പോകണ്ട, എടുത്തുകൂടി, ഞാൻ പോവുക. അതും പറഞ്ഞ് ഐഷത്ത് പതുക്കെ പുറത്തു കിടന്ന് വാതിലടച്ചു. മുറിയിലാകെ നിശബ്ദത. നഹാസ് ജമാലിനെ ഒന്ന് നോക്കി. ജമാലിന്റെ മുഖത്ത് ഒരു ചമ്മിയ ചിരി. ഉമ്മിച്ചായ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ മൊബൈൽ പെണ്ണുങ്ങളുടെയൊക്കെ ഫോട്ടോയും വീഡിയോയും കണ്ടേതെന്ന് നഹാസ് പറഞ്ഞു. ജമാൽ ഒന്നും മിണ്ടിയില്ല. അവന്റെ മനസ്സിൽ അപ്പോഴും കുനിഞ്ഞു നിന്ന് പ്ലേറ്റ് താഴെ വെച്ച ഐഷത്തിന്റെ രൂപമായിരുന്നു. അതുമാത്രമല്ല, അപ്പോൾ നഹാസിന്റെ ശ്രദ്ധയും അങ്ങോട്ടേക്കായിരുന്നു. നഹാസിന് മനസ്സിലായി ജമാൽ അത് കണ്ട് സൂചിച്ചിരുന്നതെന്ന്.
ഇപ്പോൾ പലതവണയായി ജമാലിന്റെ നോട്ടവും ഭാവവും ഒക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നഹാസിന് കുറെ മുൻപ് തന്നെ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജമാൽ വന്നപ്പോൾ തൊട്ടാണ് അത് ശക്തമായത്. ഇനി ജമാലിന്റെ മനസ്സിൽ വല്ലതും ഉണ്ടാകുമോ? അതോ ഇതൊക്കെ തന്റെ വെറും തോന്നലായിരിക്കുമോ? നഹാസ് ഒരു നിമിഷം ചിന്തിച്ചു. പ്രിയമിത്രങ്ങളെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. നമുക്ക് കഥ തുടരാം. ഈ സമയം അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഐഷത്തിന്റെ മനസ്സ് മുഴുവൻ ജമാലിന്റെ മൊബൈൽ കണ്ട ആ ഫോട്ടോയെക്കുറിച്ചായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ ഐഷത്തിനും എവിടെ നിന്നെല്ലാമോ എന്തൊക്കെയോ ഒരു സുഖം മുകളിലേക്ക് അരിച്ചു കയറി. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാത്രം കഴുകൽ തുടർന്നു. നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോടാ, നഹാസ് ജമാലിനോട് ചോദിച്ചു. എന്നാൽ ബാ, നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാം, ജമാൽ പറഞ്ഞു. സത്യത്തിൽ അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ ഭയങ്കര ചിന്തകളായിരുന്നു. ജമാലിന്റെ മനസ്സിലാകട്ടെ ഐഷത്തിന്റെ ആ എന്തിനും പോകുന്ന രൂപം, നഹാസിന്റെ മനസ്സിൽ ഉമ്മയും ജമാലും. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം ശകലം താമസിച്ചാണ് നഹാസ് എഴുന്നേറ്റത്. ഭയങ്കര തലവേദന, എന്താണെന്നറിയത്തില്ല. അപ്പോഴാണ് തലേന്നത്തെ കാര്യങ്ങൾ മുഴുവൻ അവന്റെ മനസ്സിലേക്ക് കയറി വന്നത്. അവൻ കട്ടിലിൽ തന്നെ കുറച്ചു നേരം ഇരുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. തന്റെ കൂടെ കിടന്നുറങ്ങിയ ജമാലിനെ കാണാനില്ല. അവൻ ഇന്നും നേരത്തെ എഴുന്നേൽക്കുന്നതാ, ഇനി പുറത്തെവിടെയെങ്കിലും കാണും. അവൻ അതും ആലോചിച്ച് മുറിയിൽ നിന്നും പതുക്കെ ഇറങ്ങി അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ കണ്ട കാഴ്ച ഇതായിരുന്നു. ജമാൽ ഉമ്മിച്ചായോടൊപ്പം നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഉമ്മിച്ച ഇങ്ങനെ അതിരുവിട്ട് സന്തോഷിക്കുന്നത്. പിന്നെ ഉമ്മിച്ച ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഇഡ്ഡലിക്കുട്ടുകൾ എടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ജമാൽ പറഞ്ഞു, ഇത്താ അവിടെ വെയ്യേ, ഞാൻ എടുത്തു തരാം. അതും പറഞ്ഞ് അവൻ ഇഡ്ഡലിക്കുട്ടകം പാതാമ്പുറത്ത് നിന്ന് എത്തിയെടുക്കാൻ ഉമ്മിച്ചായെ സഹായിക്കുന്നു. പെട്ടെന്ന് അവരുടെ കൈകൾ രണ്ടും ഒരു നിമിഷം സ്പർശിച്ചു. നഹാസ് അതും നോക്കിക്കൊണ്ട് അടുക്കള വാതിൽക്കൽ തന്നെ നിന്നു. അവന്റെ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പഴമക്കാർ പറയുന്നത് പോലെ ആകുമോ? അവൻ ചിന്തിച്ചു. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. ഉമ്മിച്ചായേക്കാൾ എത്ര വയസ്സിന് ഇളയതാ ജമാൽ. മാത്രമല്ല മകന്റെ കൂട്ടുകാരനുമല്ലയോ അവൻ. അങ്ങനെയൊന്നും ആലോചിക്കാനേ പാടില്ല. അവൻ സ്വയം നിയന്ത്രിച്ചു. അവനും അങ്ങനെ തന്നെ ആവണം. ഉമ്മിച്ചായ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതുമാത്രമല്ല, അവന്റെ ഉമ്മിച്ച നേരത്തെ മരിച്ചുപോയത് കാരണം ആ സ്ഥാനത്തായിരിക്കണം അവൻ എന്റെ ഉമ്മിച്ചായെ കാണുന്നത്. നഹാസ് ഒരു ആശ്വാസത്തോടെ ചിന്തിച്ചു. എങ്കിലും അവന്റെ ഉള്ളിലുള്ള സംശയം പൂർണ്ണമായും അവൻ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. അവൻ അടുക്കളയിലേക്ക് കയറി. ആഹാ, എന്റെ മോൻ ഇത്ര നേരത്തെ എഴുന്നേറ്റ് എവിടെ പോകുന്നു? ഐഷത്ത് നഹാസിനെ നോക്കി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. ഇതാ ചായ. ഐഷത്ത് ചായ ഒഴിച്ച് അവന് നേരെ നീട്ടി. അവൻ ചായ കയ്യിൽ മേടിച്ച് ജമാലിനെ നോക്കി ചോദിച്ചു. ആ, നീ നേരത്തെ എണീച്ച് ഉമ്മിച്ചായെ സഹായിക്കാൻ അടുക്കളയിൽ കയറിയോടാ? ജമാൽ നഹാസിനെ നോക്കിയിട്ട് പറഞ്ഞു. നീയോ ഇത്തായെ ഒന്നിലും സഹായിക്കുന്നില്ല. പിന്നെ ഞാനെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചു. നഹാസ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് ചായയുമായി സിറ്റ് ഔട്ടിലേക്ക് പോയി. ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ജമാലിനെ ഐഷത്ത് ഇടയ്ക്കിടെ ശ്രദ്ധിച്ചു. തന്റെ കയ്യിലും ദേഹത്തുമൊക്കെ അവൻ മനഃപൂർവ്വം സ്പർശിക്കുന്നതായി തോന്നി. അതിൽ ഐഷത്തും ഒരാനന്ദം കണ്ടെത്തുകയായിരുന്നു. പെട്ടെന്നാണ് ഐഷത്തിന്റെ കണ്ണിൽ അത് പെട്ടത്. ജമാലിന്റെ ഫ്രണ്ട് വശം കൂടാരം കെട്ടി നിൽക്കുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. രാത്രിയാകട്ടെ, ഇതിനൊരു തീരുമാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ഐഷത്ത് മനസ്സിൽ ഊറിച്ചിരിച്ചു. പാവൻ ജമാൽ, അവൻ ഇതൊന്നും അറിയാതെ അടുക്കളയുടെ മൂലയിൽ കിടന്ന ഒരു തേങ്ങായും എടുത്തുകൊണ്ട് പൊതിക്കുന്നതിനായി പുറത്തേക്കിറങ്ങി.